ഇതെവിടെയാ? ഇതാ മുറി. ഇതിലെന്ത് സംഭവിച്ചേ? ഷോ ലാറ, നീ ഇതാരാണോ? കർത്താവിനറിയാം. പെട്ടെന്ന് തന്നെ ഓടിപ്പോവാം, അതാ നല്ലത്. അല്ലെങ്കിൽ വേറെ എല്ലാം പ്രശ്നമാവും. അവളെന്തി പോയോ? ബോസിനെ വിളിച്ചായിരുന്നോ? യാ മാർട്ടിൻ, ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പെണ്ണ്, ഷിസ് നെയിം ഇസ് ലാറ. അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഒരു 2 hours കിട്ടണം. ഓക്കെ ബോസ്. യു മേ ലീവ് നൗ. ഓ, ഇവള് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നേ. നീ പഠിത്തം എന്തോ ആണാവോ? പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടേ മതിയാവും. ഒരു 1 month നമ്മുടെ മാരേജ്. You are happy now? Hey you, what the hell are you telling? ഈ മമ്മീനെ കൊണ്ട് ഞാൻ അപ്പോഴേ പണിക്ക് കല്യാണം വേണ്ട. പിന്നെ മമ്മിക്ക് എന്താ? റെക്സ, നീ ഇപ്പോൾ പോവാൻ നോക്ക്. എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇവിടെ. Get lost. I said you get lost. നിനക്കത് പറഞ്ഞു മനസ്സിലാകത്തില്ലേ? ഇറങ്ങിപ്പോടി. ബോസ്, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ടെൽ മീ. ബോസ്, ഷിസ് നെയിം ഇസ് ലാറ ആൻഡ് ഷിസ് എ ഓർഫൻ. പിന്നെ പറയുവാണെങ്കിൽ ലാറ നന്നായിട്ട് പാട്ട് പാടും. പിന്നെ അവളൊരു BCom സ്റ്റുഡൻ്റാണ്. പിന്നെ സാറ് പോയ ബാറിലെ അവിടുത്തെ ഡാൻസറായിരുന്നു അവൾ. അവിടുത്തെ പൈസ ഇട്ടിട്ടാണ് അവളുടെ ഫീസൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 2 ദിവസമായിട്ട് അവൾക്ക് ശമ്പളമൊക്കെ നല്ല കുറവായിട്ട് കിട്ടുന്നത്. അത് വേറൊന്നുമില്ല, അവിടുത്തെ കസ്റ്റമേഴ്സ് ഇച്ചിരി കുറവായിപ്പോൾ. ഇപ്പോൾ കുറവാണ് 2 ദിവസമായിട്ട്. അവൾക്കിപ്പോൾ 24 വയസ്സുള്ള ദിവസം. അത്രയൊക്കെ ഉള്ളൂ അവളുടെ ഡീറ്റെയിലായിട്ട് അവളെക്കുറിച്ച് പറയുവാണെങ്കിൽ. ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ. അവളവിടെ താമസിക്കുന്നത്? ബോസ്, അവളൊരു വീട്ടിലാണ്. പിന്നെ അവളവിടെ പേയിങ് ഗസ്റ്റായിട്ടാണ് താമസിക്കുന്നത്. യു മേ ലീവ് നൗ. പിന്നെ ബോസ്, ഇതാ ലാറയുടെ ഫോട്ടോ. ലാറ, യു ആർ മൈൻ, യു ഓൺലി മൈൻ. ഇങ്ങനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇനി വേറെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ലാറ നിൻ്റെ അടുത്തോട്ട് വരാനായിട്ട്. സോ ക്യൂട്ട്. എൻ്റെ പൊന്നിലാറങ്ങി, നീ കരയാതേക്കാനായിട്ട് വല്ല കാര്യമുണ്ടോ? സാരമല്ല, പോട്ടെ. ഞാൻ പിന്നെന്താ കരയാതെ പിന്നെ എന്തെടുക്കണം? അതുകൊണ്ടല്ല ഞാൻ പറയാം, നീ എത്ര നേരം എന്നെ കരഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടോ? ഒന്ന് നിർത്ത് ലാറ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ പറ. അത് പിന്നെ ലാറ, നമുക്ക് നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ഒന്ന് അന്വേഷിച്ചാൽ അയാൾ ആരാ, എന്തെടുക്കുക, ഇത് ചെയ്യുവാന്നൊക്കെ. എന്താ നിൻ്റെ അഭിപ്രായം? അതൊക്കെ വലിയ പ്രശ്നമായാലോ? ഒരു പ്രശ്നമാകത്തില്ല. ശരി, എന്നാൽ നമുക്ക് നാളെ അന്വേഷിക്കാം. ഞാൻ ഇപ്പോൾ പോട്ടെ. ഇനി കരയരുത് കേട്ടല്ലോ. ഞാൻ 2 അടി വെച്ചിരുന്ന് എടുക്കാൻ. ഞാൻ പോറ്റാ. ശരി. ലാറ, എന്താടി? എനിക്ക് ഞാൻ വെള്ളം ഇട്ടിട്ടില്ല. ഇനിയെന്താ കാര്യം പറ. ഇടി, ഞാൻ മറ്റേ ഡീറ്റെയിൽസ് നോക്കി. അവനാരാ എന്ത് ചെയ്യുന്നൊക്കെ എനിക്ക് കിട്ടി. നീ എന്തിനാ ഓരോന്നിനും പോയി തലയിടുന്നേ? അവിടെ കഴിഞ്ഞില്ലേ? എൻ്റെ പുറകെ പോവായിക്ക്. ഓ ശരി, പക്ഷെ ഞാൻ പറഞ്ഞെന്ന് കേക്ക്. അവൻ ആരാന്നറിയാമോ? മാഫിയാക്കി. അത് തന്നെ. പിന്നെ വേറൊരു അവൻ നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ട്. ഈയനത്തിന് എന്നെ അന്വേഷിക്കുന്നത്? അറിയണോ?